ചടങ്ങിന് ആധ്യക്ഷം വഹിക്കുന്ന ബഹുമാന്യനായ സന്തോഷ് സാർ, പ്രിയപ്പെട്ട വിജയൻ പ്രകാശ്, സ്വാഗതം പറഞ്ഞ സജി എന്നിവരുടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരും ബഹുമാന്യമായ സഹപ്രവർത്തകരെ, ഏവർക്കും വിനീതമായ നമസ്കാരം. ഈ മാസ്ക് വെച്ചുകൊണ്ട് പ്രസംഗിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ തൽക്കാലം പ്രോട്ടോകോൾ ഒന്ന് ലംഘിക്കുകയാണ്. നേരത്തെ ആചാര്യ അനുസ്മരണം നടത്തിക്കൊണ്ട് നമ്മുടെ സഹപ്രവർത്തകരായ ആര്യാംബിക ഇവിടെ ചൊല്ലിയ ശ്ലോകം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഇത് നമ്മൾ പതിവായി കേൾക്കാറുള്ള ആചാര്യ അനുസ്മരണമല്ല. ഇത് ആര്യാംബിക തന്നെ എഴുതിയ ഒരു ശ്ലോകമാണ്. പാലായിലെ അച്ഛൻ നടത്തിയിരുന്ന വളരെ പ്രസിദ്ധമായ കൈരളി ശ്ലോകരംഗത്തിലൂടെ പഠിച്ചു വന്ന് കവിതയുടെ കാണാപ്പുറങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആര്യാംബിക വളരെ കൃത്യമായി ആചാര്യനെ പാലിച്ചെടുത്തിരിക്കുകയാണ്. ഞാൻ രാവിലെ അത് കുറിച്ചു വയ്ക്കുകയായിരുന്നു. ആരാണ് ആചാര്യൻ എന്നതിന്റെ ഒരു ഇൻട്രൊഡക്ഷനായി അത് തന്നെ നമുക്ക് ഉപകരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആര്യാംബിക എഴുതുകയാണ്: പിന്നോട്ടല്ല മുന്നിലേക്കും ഉറച്ചും പൊന്നായി നിന്നും കർമ്മ ചൈതന്യമാർന്നും NSSൻ ധർമ്മദീപം കൊളുത്തും മന്നത്താചാര്യന് നിത്യ പ്രണാമം. ആരാണ് മന്നത്താചാര്യൻ എന്ന് തെളിയിക്കുന്ന ആദ്യത്തെ രണ്ട് വരികൾ എന്താണ്? പിന്നോട്ടല്ല മുന്നിലേക്കും ഉറച്ചും പൊന്നായി നിന്നും കർമ്മ ചൈതന്യമാർന്നും. ഈ രണ്ട് വരികൾ ശ്രദ്ധിക്കുമ്പോൾ നാം എത്തിച്ചേരുന്ന പ്രധാനപ്പെട്ട ഒരു നിഗമനം, മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്നത് നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ ഛായാചിത്രം അല്ല. നമ്മുടെയൊക്കെ ഓഫീസുകളിൽ, ക്ലാസ് റൂമുകളിലൊക്കെ തൂക്കിയിട്ടിരിക്കുന്ന വെറും ഒരു പടമല്ല മന്നത്ത് പത്മനാഭൻ. മറിച്ച് കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ നഭോമണ്ഡലത്തിൽ തിളങ്ങി നിന്ന ഒരു നക്ഷത്രം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ 143 വർഷങ്ങൾക്ക് ശേഷവും മന്നത്ത് ആചാര്യന് വേണ്ടി ഒരുമിച്ച് കൂടാൻ നമ്മളിവിടെ തയ്യാറായിട്ടുള്ളത്. തീർച്ചയായും വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്, അഭിമാനത്തോടു കൂടിയാണ്. ഒരുപക്ഷെ ചങ്ങനാശ്ശേരിയിൽ വെച്ച് പതിവായി നടന്നിരുന്നത് പോലെയാണ് ഇക്കൊല്ലം ഈ ജയന്തി ആഘോഷം നടന്നിരുന്നെങ്കിൽ നമ്മളിൽ പലർക്കും അവിടെ പങ്കെടുക്കാൻ ആകുമായിരുന്നില്ല. ഒരുപക്ഷെ ഒരു പത്രവാർത്ത മാത്രം വായിച്ച് അനുസ്മരിച്ച് പോകാവുന്ന തരത്തിൽ ഇക്കൊല്ലത്തെ ആചാര്യ അനുസ്മരണം മാറുമായിരുന്നു. മറിച്ച് മന്നത്ത് ആചാര്യനെ കുറിച്ച് ഓർമ്മിക്കാൻ നമുക്ക് ഈ അവസരം ലഭിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആര്യാംബികയുടെ കവിതയിൽ പറയുന്ന പിന്നോട്ടില്ല എന്നുള്ള ഒരു മനോധൈര്യം, കർമ്മവീര്യ പൊന്നായി മിന്നുന്ന ഒരു ധൈഷണിക സ്വരൂപം, അതായിരുന്നു മന്നത്ത് പത്മനാഭൻ. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ വിവിധ മണ്ഡലങ്ങളിലേക്ക് കടന്നു കയറി സംസാരിക്കണമെങ്കിൽ മണിക്കൂറുകൾ വേണം. എന്നെ ഈ നിയോഗം ഏൽപ്പിക്കുമ്പോൾ തന്നെ പ്രിൻസിപ്പൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ലഘു 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 എന്നാണ്. ഇപ്പോൾ വീണ്ടും അത് ആവർത്തിച്ചു കേട്ടു. അതുകൊണ്ട് തന്നെ വളരെ പരിമിതമായി മന്നത്ത് ആചാര്യനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഉദ്യമിക്കുന്നത്. പ്രത്യേകിച്ചും ഇത് നമുക്കിനി നഷ്ടപ്പെടാനിരിക്കുന്ന ശനികളുടെ കൂട്ടത്തിൽ വീണ് കിട്ടിയ ഒരു ശനിയാണ് ഇത്. അത് നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങളെല്ലാം വന്നിരിക്കുന്നത് എന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ മന്നത്ത് ആചാര്യനെ അനുസ്മരിക്കേണ്ടത് നമ്മുടെ മാത്രമല്ല, ഈ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ്. മന്നത്ത് ആചാര്യനെ ഒരു സാമുദായിക നേതാവ് എന്ന നിലയിൽ കള്ളി തിരിച്ച് മാറ്റി നിർത്തുന്നത് അദ്ദേഹത്തോടും ഈ സമൂഹത്തോടും കാണിക്കുന്ന ഏറ്റവും വലിയ നിരുത്തരവാദിത്വം ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം കേവലം നായർ സർവീസ് സൊസൈറ്റിയുടെ ആചാര്യൻ അല്ല. അദ്ദേഹം നായന്മാരുടെ സംസ്ഥാനത്തിന് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരാളല്ല. അദ്ദേഹത്തിന്റെ ജീവചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമുക്കറിയാം. അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവസാനിക്കുന്നതല്ല, അത് പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ്, കർമ്മവീര്യത്തിന്റെ ആവർത്തനമാണ്. ആ ആവർത്തനം തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള മന്നത്ത് ആചാര്യൻ ആരാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഒരാൾ നമ്മൾ എപ്പോഴാണ് ആചാര്യൻ എന്ന് വിളിക്കുന്നത്, ആരെയൊക്കെയാണ് നമ്മൾ ആചാര്യൻ എന്ന് വിളിക്കുന്നത്, ആലോചിച്ചു നോക്കുക. വളരെ പരിമിതമായ ആളുകളെ, ചരിത്ര പുരുഷന്മാരെ മാത്രമേ നാം അങ്ങനെ വിളിക്കാറുള്ളൂ. ശരിക്കിപ്പോ നമ്മളെ പോലെയുള്ള അധ്യാപകർ പോലും ഗുരു എന്നോ ആചാര്യൻ എന്നോ എന്തിന് സാറ് എന്ന് പോലും വിളിക്കപ്പെടാത്ത ഒരു കാലത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം വിഷയങ്ങളിലൊക്കെ ഞാൻ കടക്കുന്നില്ല. ആ സമയത്ത്
ഏതെങ്കിലും വിദ്യാലയത്തിൽ അങ്ങനെ ഒരുപാട് കാലം പഠിപ്പിക്കുകയോ കോളേജ് അധ്യാപകനായിരിക്കുകയോ അല്ലെങ്കിൽ ഔപചാരികമായി ഒരുപാട് വിദ്യാഭ്യാസം നേടുകയോ ഒന്നും ചെയ്യാതെ ഈ സമൂഹത്തിന്റെ ആചാര്യനായി മാറിയ ആളാണ് അദ്ദേഹം. കുറച്ചു കാലം ചില സ്കൂളുകളിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവിടുത്തെ ചില നീതികേടുകൾ കണ്ട് അതിനോട് പ്രതികരിച്ച് പണി അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോയ അധ്യാപകനാണ് മന്നത്ത് പത്മനാഭൻ. അതുകൊണ്ട് ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്കല്ല അദ്ദേഹത്തെ ആചാര്യൻ എന്ന് വിളിക്കുന്നത്, ഒരു സമുദായത്തിന്റെ നേതാവ് എന്നുള്ള നിലയ്ക്കും അല്ല. അദ്ദേഹം നമ്മുടെ കേരളീയ സാമൂഹിക ജീവിതത്തിൽ ആകെ ചെയ്ത സേവനങ്ങളെ കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ ആചാര്യൻ എന്ന സ്ഥാനം കൊടുത്ത് ആദരിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ആദ്യം ഓർക്കുന്നത് ഒരു 140 അല്ലെങ്കിൽ ഒരു 135 വർഷത്തിന് മുമ്പ് ചങ്ങനാശ്ശേരിയിലെ ഒരു സർക്കാർ പള്ളിക്കൂടത്തിൽ, 4ാം ക്ലാസ് പള്ളിക്കൂടം എന്നാണ് പറയുന്നത്. 4ാം ക്ലാസ്സിലെ ഏറ്റവും കൂടിയ ക്ലാസ് 1ാം ക്ലാസ്സാണ്. 4ാം ക്ലാസ്സിൽ 4ൽ നിന്ന് 1ലെത്തുമ്പോഴാണ് പഠിപ്പ് പൂർത്തിയാകുന്നത്. അവിടെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായി ചേരുന്ന പത്മനാഭൻ എന്ന പയ്യൻ, ചെറിയ പയ്യൻ, അദ്ദേഹത്തിന്റെ അമ്മയുടെ തറവാട്ടിന്റെ പേരാണ് മന്നത്ത്. അച്ഛൻ ഒരു നമ്പൂതിരിയാണ്, പക്ഷെ അച്ഛനെ നേരിൽ കണ്ട അനുഭവം തന്നെ മന്നത്ത് പത്മനാഭന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടുത്തെ വിദ്യാർത്ഥിയായി ചേരുന്ന ഈ ഒരു പയ്യൻ പണമില്ലാഞ്ഞിട്ട്, കയ്യിൽ കാശില്ലാഞ്ഞിട്ട് നിർധനനായതിനാൽ പഠിത്തം പൂർത്തിയാകാതെ ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വരും. എന്നിട്ട് ഹജൂർ കച്ചേരിയിലെ പകർപ്പെടുത്തുകാരനായി കുറച്ചു കാലം പ്രവർത്തിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വിദ്യാഭ്യാസ കാര്യത്തിലുള്ള താല്പര്യം കൊണ്ട് വീണ്ടും ഇതേ സ്കൂളിൽ തിരിച്ചു വന്നു ചേരുന്നു. അവിടുന്ന് 1ാം ക്ലാസ് പരീക്ഷ പാസ്സായി പുറത്തു പോകും. ഒരുപക്ഷെ മന്നത്ത് പത്മനാഭൻ എന്ന നമ്മുടെ സമുദായ ആചാര്യൻ ഈ സാമൂഹ്യ വിപ്ലവകാരിക്ക് ലഭിച്ച ഔപചാരികമായ വിദ്യാഭ്യാസം അതാണ് എന്ന് നാം തിരിച്ചറിയാം. അല്ലാതെ വലിയ വിദ്യാഭ്യാസമൊന്നും അദ്ദേഹത്തിന് ലഭിച്ചില്ല. അദ്ദേഹത്തിന്റെ മഹത്വം നമ്മൾ ഏറ്റവും കൂടുതൽ തിരിച്ചറിയേണ്ടത് ഈ പ്രാഥമികമായ വിദ്യാഭ്യാസം മാത്രം നേടിക്കൊണ്ടാണ് കേരളത്തിലുടനീളം ഒരു വിദ്യാഭ്യാസ വിപ്ലവത്തിന് തിരികൊടുക്കാൻ മന്നത്ത് പത്മനാഭന് സാധിച്ചത്. അവിടെയാണ് അദ്ദേഹം മഹാനായി തീരുന്നത്. അദ്ദേഹം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വലിയ വലിയ പദവികളിൽ ഇരുന്നിട്ടുണ്ട്, പക്ഷേ ഔപചാരികമായ വലിയ വിദ്യാഭ്യാസം അദ്ദേഹം നേടിയിട്ടില്ല. അദ്ദേഹം പലപ്പോഴും പറയാറുണ്ടായിരുന്നു, ഈ കോളേജുകളൊക്കെ സ്ഥാപിക്കുമ്പോൾ കോളേജിൽ പോയി പഠിച്ചിട്ടില്ലാത്ത ഞാൻ, കോളേജ് ക്ലാസ്സുകളിൽ ഇരുന്നിട്ടില്ലാത്ത ഞാൻ കേരളത്തിലുടനീളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതിന് അവസരം ലഭിക്കാത്ത നിരവധി ആളുകൾക്ക് അതിനുള്ള അവസരം ലഭിക്കട്ടെ എന്ന ഉദ്ദേശമാണുള്ളത് എന്ന് മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തിന്റെ ജീവിത സ്മരണയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെയാണ് ഒരാൾ ഒരു സാമൂഹിക വിപ്ലവകാരി ആകുന്നത്. അത് കേവലമായ സമുദായത്തിന്റെ മൂശയ്ക്കുള്ളിൽ അടച്ചു വയ്ക്കാവുന്ന ഒന്നല്ല. ഈ നാട്ടിലെ മുഴുവൻ സമുദായങ്ങളിലും പെട്ട ജാതി മത ഭേദമന്യേ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും സമ്പന്നനോ ദരിദ്രനോ എന്ന ഭേദമില്ലാതെ വിദ്യാഭ്യാസം ലഭിക്കണം എന്നുള്ള അടിയുറച്ച ആഗ്രഹം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു മന്നത്ത് പത്മനാഭൻ. അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ വിദ്യാഭ്യാസം നിർത്തി ഹജൂർ കച്ചേരിയിലെ പകർപ്പെടുത്തുകാരനായി, പിന്നീട് അന്നത്തെ മജിസ്ട്രേറ്റ് പരീക്ഷ എന്നൊരു പരീക്ഷ, LLB ഒക്കെ വരുന്നതിന് മുമ്പാണ്. LLBക്ക് ഇന്ന് നമുക്ക് വക്കീലാവണമെങ്കിൽ LLB പോലെയുള്ള കോഴ്സുകൾ പാസ്സാകണം. അന്ന് മജിസ്ട്രേറ്റ് പരീക്ഷ പാസ്സായിരുന്നു. മജിസ്ട്രേറ്റ് പരീക്ഷ പാസ്സായിക്കൊണ്ട്, മജിസ്ട്രേറ്റ് ആകാനല്ല, മജിസ്ട്രേറ്റ് പരീക്ഷ പാസ്സായാല് മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് വാദിക്കണം. അങ്ങനെ ഒരു അഭിഭാഷകനാവുകയാണ്, വക്കീലാവുക. നോക്കണം, ആ കർമ്മവീര്യം, നേരത്തെ പറഞ്ഞ ആ ഒരു പൊന്നായിട്ടുള്ള കർമ്മവീര്യമുണ്ട്, നമ്മൾ അവിടെയാണ് കാണുന്നത്. അദ്ദേഹം വക്കീലാവുന്നു. ചങ്ങനാശ്ശേരിയിലെ പല പ്രധാനപ്പെട്ട കേസുകളും അദ്ദേഹം വാദിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ വക്കീൽ പണി കൂടുതൽ പ്രയോജനപ്പെട്ടത് ഇവിടെ നായർ സമുദായത്തിനായിരുന്നു കൂടി നാം തിരിച്ചറിയണം. പല കേസുകളും അദ്ദേഹം ഒറ്റയ്ക്ക് അദ്ദേഹം തന്നെയാണ് വാദിച്ചിരുന്നത്. അദ്ദേഹത്തെ കുടുക്കാൻ വേണ്ടി പല എതിർ പക്ഷങ്ങളും പരിശ്രമിച്ചപ്പോൾ അതിനെതിരെ ശക്തമായി വാദമുഖങ്ങൾ നിരത്തിക്കൊണ്ട് എതിർത്ത് തോൽപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അങ്ങനെ ഒരു വക്കീലാവുന്നു. അതിനുശേഷം അദ്ദേഹം NSSന്റെ വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. അത് നായർ സമുദായ പ്രത്യേക സംഘം എന്ന പേരിലാണ് 1914 ഒക്ടോബർ 31 NSS ആദ്യമായി തുടരുന്നത്. തൊട്ടടുത്ത വർഷം തന്നെ അത് NSS ആവുന്നു. പിന്നീടുള്ള ചരിത്രം നമുക്കറിയാം. NSS എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ സാമൂഹിക വിദ്യാഭ്യാസ പരിവർത്തന രംഗത്ത് ഗണ്യമായ സ്വാധീനം ചെലുത്തിയ ഒരു ശക്തിയായി മാറി. അത് അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം ആദ്യം ജനറൽ സെക്രട്ടറി ആയിരുന്നു, പിന്നീട് അതിന്റെ പ്രസിഡന്റായി. അദ്ദേഹത്തെ തുടർന്ന് പ്രബലന്മാരായ ധാരാളം ആളുകൾ അതിന്റെ നേതൃത്വത്തിൽ നിന്നും നമുക്കറിയാം. നമുക്ക് കാണേണ്ട പ്രധാനപ്പെട്ട ഒരു മെച്ചം, NSS ഏത് ഉദ്ദേശത്തിലാണോ
ആചാര്യൻ തുടങ്ങി വെച്ചത് അത് പിന്തുടരാൻ അദ്ദേഹത്തിന്റെ പിന്നാലെ വന്ന അതിന്റെ നേതാക്കൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും പല സംഘടനകൾക്കും സംഭവിക്കുന്ന പാളിച്ച കുറച്ചു കഴിയുമ്പോൾ നേതൃത്വം പരാജയപ്പെടുകയും അതിന്റെ ഭാഗമായി സംഘടനയ്ക്കുള്ളിൽ ഭിന്ന സ്വരങ്ങൾ ഉണ്ടാവുകയും ഒരുപക്ഷെ പലതരത്തിലുള്ള ദുഷ്പേരുകൾക്ക് സംഘടന പാത്രീഭൂതമാവുകയും ചെയ്യും. NSSന് ദുര്യോഗം ഉണ്ടാകാത്തതിന് കാരണം NSS എന്തുദ്ദേശത്തിലാണോ മന്നത്ത് പത്മനാഭൻ തുടങ്ങി വെച്ചത് അതിനെ പിന്തുടരുവാൻ പിൽക്കാലത്ത് വന്നവർക്ക് സാധിച്ചതാണ് എന്നുള്ളത് കൂടി ഞാൻ തിരിച്ചറിയുന്നു. അങ്ങനെ NSS അദ്ദേഹം വാസ്തവത്തിൽ ഈ നായർ പ്രത്യേകത സംഘം എന്ന ഒരു സംഘടന തുടങ്ങുന്നത് തന്നെ നായർ സമുദായത്തിനിടയിൽ നിലവിലുണ്ടായിരുന്ന പലതരം അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും തെറ്റായ ജീവിത ചര്യകളെയും എതിർക്കുന്നതിന് വേണ്ടിയാണ്. അതൊരു പരിധിവരെ വിജയിക്കുകയും ചെയ്യും. ഒരു പരിധിവരെ എന്ന് ഞാൻ പറയാൻ കാരണം ഈ നമ്മുടെ സാധാരണ ഹിന്ദു ഗ്രഹങ്ങളിൽ നായർ ഗ്രഹങ്ങളിലൊക്കെ ഒരാൾ മരിച്ചാൽ സാധാരണഗതിയിൽ 16 ആണ്. തിരുവനന്തപുരത്തൊക്കെ അങ്ങനെയാണ് പല കുളിയടിയന്തരമൊക്കെ നടത്തുന്നത്. അപ്പൊ ഇത് അക്കാലത്ത് നമ്പൂതിരിമാരെ പോലെയുള്ള ആളുകൾക്ക് 10ാം ദിവസത്തിൽ പറ്റും. അപ്പൊ എന്തുകൊണ്ടാണ് 10ാം ദിവസത്തിൽ ബാക്കി സമുദായങ്ങൾക്ക് കൂടി സാധിക്കാത്തതെന്നുള്ള അർത്ഥത്തിൽ ഈ ഇതിനു വേണ്ടിയുള്ള ഒരു റെഗുലേഷൻ, ഒരു നിയമം പോലും വരികയുണ്ടായി. ആ നിയമത്തെ എതിർത്തുകൊണ്ട് ഈ കുളി അടിയന്തരം 10ാം ദിവസമാകണമെന്ന് ഉന്നയിച്ചുകൊണ്ട് NSSന്റെ നേതൃത്വത്തിൽ ഒരു സമരം. ഈ സമയത്ത് ഇതിന് ശക്തമായ എതിർപ്പുണ്ടായി. ആ എതിർപ്പുകളെ അദ്ദേഹം നേരിട്ടത് നിയമമുണ്ടായിരുന്നു. അദ്ദേഹം ഈ 10 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു അമ്പലത്തിൽ പെരുന്നയിലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടുത്തെ ശാന്തി അദ്ദേഹത്തെ തടഞ്ഞു. അതായത് മരണം കഴിഞ്ഞ് 16 കഴിയാതെ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളത് അദ്ദേഹം എതിർത്തപ്പോൾ അദ്ദേഹത്തിനെതിരായി കേസ്. ഈ കേസ് വാദിച്ചത് മന്നത്ത് പത്മനാഭനാണ്. അപ്പോൾ അവിടുത്തെ ഈ നമ്പൂതിരി നായർ സ്ത്രീയാണ് സംബന്ധം ചെയ്തിരിക്കുന്നത്. നായർ സ്ത്രീക്ക് എന്നൊരു ശൂദ്ര പദവിയാണ്. അപ്പൊ ശൂദ്ര സ്ത്രീയെ സംബന്ധം ചെയ്തതിലൂടെ ഈ പറയുന്ന ശാന്തിക്കാരൻ തന്നെ അയാളുടെ ഈ നിയമം അല്ലെങ്കിൽ പുണ്യത്തെ ലംഘിച്ചിരിക്കുക. അതുകൊണ്ട് ഇങ്ങനെ ഒരു വാദം ഉന്നയിക്കാൻ അയാൾ അർഹതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ വാദിക്കുകയും പത്മനാഭന് അനുകൂലമായി വിധിയുണ്ടാവുകയും. ഇത് ചരിത്രപരമായ ഒരു സംഭവമാണ്. പക്ഷേ ഇതൊക്കെ നടന്നിട്ടും നമ്മൾ ഇപ്പോഴും 16 തന്നെ ചെയ്യുന്നു എന്നുള്ളത് വേറെ കാര്യം. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ തരത്തിലും പലതും പ്രാവർത്തികമാക്കാൻ ഒരുപക്ഷെ സാധിച്ചിരിക്കില്ല, എങ്കിലും ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ സാധിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പൊ പുള്ളിക്കുടി എന്നും തെരഞ്ഞു കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് തരം ആചാരങ്ങൾ, അനാചാരങ്ങൾ, അതിനൊക്കെ കുറച്ച് കുറവ് വരുത്താനായിട്ട് സമുദായ ആചാരന്റെ പ്രവർത്തനങ്ങളോട് സാധിച്ചു. ഒപ്പം ഒരു സാമ്പത്തിക സ്വാശ്രയത്തിൻ്റെതായ ഒരുപാട് കാര്യങ്ങൾ സമുദായത്തിനിടയിൽ പ്രചരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അങ്ങനെ സമുദായ പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ ഒരു പുരോഗമനോന്മുഖമായ ഒരു ഉത്പതിഷ്ണുവിൻ്റെതായ കാഴ്ചപ്പാടോടുകൂടിയാണ് മന്നത്ത് പത്മനാഭൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഏറ്റവും ഉയർന്ന ഒരു പടവാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയത് എന്നുള്ളത്. നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് ഏറ്റവും അദ്ദേഹത്തെ ശിരസ നമിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ മന്നത്ത് പത്മനാഭനെ നമ്മൾ എപ്പോഴും ഓർമ്മിക്കേണ്ടി വരുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹം വരുത്തിയ വലിയ മാറ്റമാണ്. പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി പോലെയുള്ള ഒരു സ്ഥലത്ത് അവിടുത്തെ ക്രിസ്തീയ സഭകളുടെ മേൽനോട്ടത്തിൽ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ അതിനെതിരായി മുന്നോട്ട് വരികയും NSSന്റെ നേതൃത്വത്തിൽ വിദ്യാലയങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അതിന് അദ്ദേഹത്തിന് ഒരുപാട് എതിർപ്പുകൾ നേരിടുകയും, പക്ഷെ ഭരണതലത്തിലും മറ്റുമുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ആ എതിർപ്പുകളെയൊക്കെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട്. അദ്ദേഹത്തിന്റെ ആഗ്രഹം ആദ്യം ചങ്ങനാശ്ശേരിയിൽ ഒരു കോളേജ് തുടങ്ങണമെന്നായിരുന്നു. പക്ഷേ അത് സാധിച്ചില്ല, ഇത്തരം എതിർപ്പുകൾ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഒരുപക്ഷെ തിരുവനന്തപുരത്തുകാർക്ക് മഹാഭാഗ്യം സിദ്ധിച്ചു. NSSന്റെ ആദ്യത്തെ കോളേജ് തിരുവനന്തപുരത്ത് സ്ഥാപിക്കപ്പെട്ടു. നേരത്തെ ഇവിടെ സാർ സൂചിപ്പിച്ചതുപോലെ 1948 പെരുന്താന്നി അമ്മ വീട്, രാജകുടുംബമൊക്കെ ആയിട്ട് വലിയ ബന്ധമുണ്ടായിരുന്നു അവിടെ. അപ്പോ പെരുന്താന്നിയിലെ അമ്മ വീട്ടിൽ ആരംഭിച്ച കോളേജാണ് പിൽക്കാലത്ത് നമ്മൾ ഇന്ന് കാണുന്ന ഈ മനോഹര സൗധങ്ങളോടുകൂടിയ വലിയ കോളേജായി പരിണമിച്ചത്. അതൊരു ചരിത്രമാണ്. ആ ചരിത്രം അന്വേഷിക്കുമ്പോഴാണ് നേരത്തെ സാറ് പറഞ്ഞ ഒരൊറ്റ മനുഷ്യന്റെ പ്രവർത്തനങ്ങളാണ്, ഒരൊറ്റ മനുഷ്യന്റെ ധീരമായ മുന്നേറ്റത്തിന്റെ ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിരിക്കുന്ന ഈ ഓഡിറ്റോറിയം, നമ്മൾ നിരന്തരം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലാസ് റൂമുകൾ, ഈ വിശാലമായ അങ്കണങ്ങൾ, ഇതെല്ലാം സ്വന്തമാക്കുന്നതിന് വേണ്ടി ഒരു മനുഷ്യൻ നടത്തിയ അഹോരാത്ര പരിശ്രമത്തിനെ കുറിച്ചുള്ള ഓർമ്മ മനസ്സിലില്ലാതെ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും? പ്രിയപ്പെട്ടവരെ,
അതുകൊണ്ട് നമ്മളിവിടെ വാങ്ങുന്ന ശമ്പളത്തിന്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് ജോലി ചെയ്തിട്ടാണെന്ന് പറയാം. പക്ഷെ പൊതുസമൂഹം ഇപ്പോൾ അത് അംഗീകരിക്കുന്നില്ല. രാവിലെ ചില പോസ്റ്റുകളൊക്കെ വായിച്ചിട്ട് വരികയാണ്, വളരെ അധ്യാപകർ ലക്ഷക്കണക്കിന് രൂപ വെറുതെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ് പലതരത്തിലുള്ള ട്രോളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ അതിന്റെ വഴിക്ക് വിട്ടേക്കുക. പക്ഷേ ഈ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാക്കി തന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതജ്ഞതാപൂർവമുള്ള സ്മരണ എപ്പോഴും മന്നത്ത് പത്മനാഭനോട് ഉണ്ടായിരിക്കേണ്ടതാണ് എന്നാണ് വ്യക്തിപരമായി എന്റെ അഭിപ്രായം. വിയോജിപ്പുകൾ ഉള്ളവർ ഉണ്ടായിരിക്കാം. പക്ഷെ എന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ എനിക്ക് അങ്ങനെ പറയാൻ സാധിക്കുള്ളൂ. NSSന്റെ പേരിൽ ഇത്തരം ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടായിരുന്നില്ല എങ്കിൽ വളരെ അധ്യാപകനാകുക എന്നുള്ള എന്റെ സ്വപ്നം ഒരു പക്ഷേ ജലത്തിൽ വരച്ച ഒരു വരയായി പോയി എന്ന് വിശ്വസിക്കുന്നതാണ്. അങ്ങനെ വിശ്വസിക്കുന്നവർ ചിലപ്പോൾ മറ്റേറെ ഉണ്ടാകാം. അപ്പോ പക്ഷെ ഈ വിദ്യാഭ്യാസ പ്രവർത്തനം എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ത്യാഗപൂർണമായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഊർജം കൂടുതലും വിനിയോഗിച്ചത് ഒരുപക്ഷെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് വേണ്ടിയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ചെറിയ സംഭവം മാത്രം പറയാം. അദ്ദേഹം ആദ്യം ഈ പെരുന്നയിലെ NSSന്റെ ഓഫീസ് കുറച്ചു കാലം കറുകച്ചാലിലാണ് ആദ്യത്തെ വിദ്യാലയം തുടങ്ങുന്നത് NSS. ആ കറുകച്ചാലിൽ ഒരു സ്കൂൾ ആരംഭിക്കുകയാണ്. ഈ സ്കൂൾ ആരംഭിക്കുന്ന സമയത്ത് അനുഭവിച്ച ബുദ്ധിമുട്ടുകളെ പറ്റി അദ്ദേഹം പറയുന്നു. സ്കൂളിന്റെ കെട്ടിടം പണിയുന്നതിന്, അധ്യാപകരെ നിയമിക്കുന്നതിന്, വിദ്യാർത്ഥികളെ അവിടെ ചേർക്കുന്നതിന് ഒക്കെ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഏതൊരു നാടിന്റെയും പുരോഗതിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള പങ്ക് നമുക്കറിയാം. കോവിലന്റെ വളരെ പ്രസിദ്ധമായ കത്തകൾ എന്ന നോവൽ വായിച്ചാൽ അതിന്റെ ഒരു അധ്യായത്തിന്റെ ഒരു സ്കൂൾ, ആ നാട്ടിൽ ആദ്യമായി സ്കൂൾ വരുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്. അപ്പൊ സ്കൂൾ വരുന്നതിന് വേണ്ടി പരിശ്രമിച്ച കുറെ ആളുകൾ, വസ്തുക്കൾ നഷ്ടപ്പെടുത്തിയ കുറെ ആളുകൾ, വളരെ പ്രതിഫലേച്ഛ കൂടാതെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ തയ്യാറായി വരുന്ന അധ്യാപകർ, ഇവരുടെ എല്ലാം ഒരു സമൂഹമാണ് ഒരിടത്ത് ആദ്യമായി സ്കൂൾ ഉണ്ടാക്കുന്നത്. പിന്നീടാണ് അതിന്റെ സർക്കാരിന്റെ അംഗീകാരം കിട്ടുന്നത്, ഗ്രാന്റുകൾ കിട്ടുന്നത്, ശമ്പളമുള്ള അധ്യാപകർ നിയമിക്കപ്പെടുന്നത്. അങ്ങനെ പല പല ഘട്ടങ്ങളിലൂടെയാണ് വിദ്യാലയം അതിന്റെ അഭിവൃദ്ധിയിലേക്ക് എത്തുന്നത്. ഇവിടെ കറുകച്ചാലിൽ സ്കൂൾ തുടങ്ങാൻ ചെല്ലുമ്പോൾ മന്നത്ത് പത്മനാഭന്റെ മുന്നിൽ മഹാശൂന്യതയാണ്. ആ മഹാശൂന്യതയിൽ നിന്നാണ് അദ്ദേഹം കറുകച്ചാലിൽ ആദ്യമായ ഒരു സ്കൂൾ ഉണ്ടാകുന്നത്. അന്ന് അദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്നത് നമുക്കെല്ലാം സുപരിചിതനായ സാക്ഷാൽ കേളപ്പൻ എന്ന വലിയ നേതാവാണ്. രണ്ടുപേരും അവരുടെ വാല് മുറിച്ചു കളഞ്ഞവരാണ്. വലിയ സമരങ്ങൾ പങ്കുകൊണ്ടിരിക്കുന്നതിനിടയിൽ കേളപ്പൻ അദ്ദേഹത്തിന്റെ നായർ വാൽ ഉപയോഗിച്ചു. കേളപ്പൻ നായർ കേളപ്പനായി. മന്നത്ത് പത്മനാഭ പിള്ള അദ്ദേഹത്തിന്റെ പിള്ള സ്ഥാനം ഉപേക്ഷിച്ചു. അങ്ങനെയാണ് അദ്ദേഹം പത്മനാഭൻ മാത്രം ആവുന്നത്. അപ്പൊ അങ്ങനെ അവിടെ താമസിക്കുന്ന സമയത്ത് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഒരിക്കൽ ആ സ്കൂളിൽ ഇൻസ്പെക്ഷൻ നടക്കുകയാണ്. സ്കൂൾ തുടങ്ങുന്നതിന്റെ ഭാഗമായുള്ള അവിടുത്തെ ഭൗതിക സൗകര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടി സ്കൂൾ ഇൻസ്പെക്ടർ വരികയാണ്. ശിവരാമകൃഷ്ണൻ അയ്യർ എന്ന് പറയുന്ന ആളാണ് സ്കൂൾ ഇൻസ്പെക്ഷൻ വേണ്ടി. അപ്പൊ ആ സമയത്ത് അവിടെ ഒന്നും ആയിട്ടില്ല. ബെഞ്ചും ഡെസ്കും ഇല്ല, നല്ല കെട്ടിമേഞ്ഞ കെട്ടിടങ്ങളില്ല, ഒരു സൗകര്യമില്ലാത്ത സമയത്ത് എങ്ങനെ ഇവിടെ ഇൻസ്പെക്ഷൻ വന്നാൽ എങ്ങനെ ശരിയാവും? കേളപ്പൻ പറഞ്ഞു, നമുക്ക് വേണ്ട ഇതൊക്കെ ശരിയായിട്ട് കൊടുത്താൽ മതി. വന്നാൽ പറഞ്ഞു പോരാ, ഇപ്പോൾ വന്നാലേ നമുക്ക് പണി പെട്ടെന്ന് തുടങ്ങാൻ നമുക്ക് ഉടനെ വരണം. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം എഴുതുകയാണ്, അവിടെ ഈ സാറ് ഹെഡ്മാസ്റ്ററാണ് കേളപ്പൻ, മാനേജരാണ് മന്നത്ത് പത്മനാഭൻ. മാനേജറിന്റെ ഹെഡ്മാസ്റ്ററും കൂടെ കിടക്കുന്നത് ഒരു സ്ഥലത്താണ്, ഒരു മുറിയിലാണ്, ഒറ്റ മുറിയേ ഉള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ എന്റെ ജീവിത സ്മരണകളിൽ എഴുതിയിരിക്കുകയാണ്, അവിടെ വെള്ളത്തിലിട്ട മാമ്പലകൾ ചേർത്ത് കൂട്ടിക്കെട്ടിയ ഒരു കട്ടിലാണ് ഞങ്ങൾ കിടക്കുന്നത്. ആ കട്ടിലിന്റെ നാറ്റം ഇപ്പോഴും എന്റെ മുമ്പിലുണ്ട് എന്നാണ്. അപ്പോ അങ്ങനെ കിടന്നുറങ്ങാൻ നല്ലൊരു കട്ടില് പോലും ഇല്ലാതെ അവിടെ ശയിച്ചുകൊണ്ടാണ് ആ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ നടന്നത്. ഇൻസ്പെക്ഷന് ശിവരാമകൃഷ്ണയ്യർ വന്ന ദിവസം ഹെഡ് മാസ്റ്റർ മുങ്ങി. അവിടെ ഒന്നുമില്ലാത്തതുകൊണ്ട് ഹെഡ് മാസ്റ്റർ സ്ഥലം വിട്ടു. കേളപ്പൻ നേരെ മദ്രാസിലേക്ക്. അപ്പൊ വന്നപ്പോൾ മാനേജർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ശിവരാമകൃഷ്ണയ്യർ മന്നത്തിന്റെ തന്നെ പഴയ അധ്യാപകനായിരുന്നു. അദ്ദേഹം ഈ ലൈനിയൊക്കെ മനസ്സിലാക്കിയിട്ട് അന്ന് മന്നത്ത് പത്മനാഭൻ 5 ദിവസം അഭാവം കൊടുത്തിട്ടാണ് തിരിച്ചുപോയത് എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ പിന്നീട് സംഭാവനകളുടെ വലിയ ലോകത്തേക്ക് കടന്നു പോകുന്ന മന്നത്ത് പത്മനാഭനെയാണ് നാം കാണുന്നത്. ഇവിടെ ഇരിക്കുമ്പോൾ ഇതിന്റെ ഈ കോളേജിലെ ഓരോ മൺതരിയും എത്രയോ പേരുടെ പണം കൊണ്ട് ആണ് സ്വന്തമാക്കാൻ NSSന് സാധിച്ചതെന്ന് നാം തിരിച്ചറിയാം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം കൂടി പറയാം. ഇവിടെ ഈ കോളേജില് ആദ്യകാലം പ്രിൻസിപ്പലായിരുന്ന MV മന്നത്ത്. അപ്പൊ ഇവിടെ പണി നടക്കുന്ന സമയത്ത് പലരുടെയും സംഭാവന വിളിക്കുകയാണ്, പലതരത്തിലുള്ള ഉൽപ്പന്ന പിരിവ് ആയിട്ട് അങ്ങനെ പലതരത്തിലുള്ള പണപ്പിരിവുകൾ നടത്തുകയാണ്.
ഇവിടെ സമ്പന്നനായ ഒരാളിന്റെ അടുത്ത് പണം പിരിക്കാൻ വേണ്ടി മന്മഥൻ പല പ്രാവശ്യം അയാൾ പറയുന്നില്ല. ഒരു 500 രൂപയെങ്കിലും കിട്ടിയാൽ അത്രയുമായി എന്നാണ് മന്മഥന്റെ പ്രതീക്ഷ. പക്ഷേ ഈ മനുഷ്യൻ കാശ് കൊടുക്കുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരിക്കൽ ആചാര്യൻ ഇവിടെ വരുന്നത്. ആചാര്യൻ മന്മഥന്റെ മുറിയിലിരുന്നു. ഇവർ സംസാരിക്കുകയാണ്. പിന്നെ ഇങ്ങനെ ഒരാളുണ്ട്, അയാൾ കാശൊന്നും തരുന്നില്ല, കാശുകാരനാണ്. അപ്പോൾ അങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ മന്മഥ ആചാര്യൻ പറഞ്ഞു, ഞാനിന്ന് പുറത്തൊന്നും പോയിട്ട് വരാം എന്ന് പറഞ്ഞു. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് എം വി മന്മഥന്റെ കയ്യിൽ മന്മഥ ആചാര്യൻ ഒരു ചെക്ക് കൊടുക്കുന്നു, 10,000 രൂപയുടെ ചെക്ക്. എന്നിട്ട് പറയുകയാണ്, ഞാനത് 20,000 രൂപയാണ് പ്രതീക്ഷിച്ചത്, അയാൾ 10,000 രൂപയിൽ തന്നു. ഈ പണം കൊടുക്കില്ല എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കൊടുക്കുക. ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഈ കർമ്മവീര്യം, ചൈതന്യമാർന്ന കർമ്മവീര്യം എന്ന് പറയുന്ന സംഗതി ഇതാണ്. അല്ലെങ്കിൽ പിന്നോട്ടില്ല മുന്നോട്ടേക്ക് മാത്രം എന്ന് പറയുന്ന ആ ഒരു മനോവീര്യത്തിന്റെ ഉദാഹരണം. അത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സന്ദർഭങ്ങൾ ഞാൻ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും പണപ്പിരിവ് നടത്തി. കൊല്ലത്തെ 2-3 മുതലാളിമാർ ഇതിന്റെ ആദ്യത്തെ ഇൻവെസ്റ്റേഴ്സ് ആയിരുന്നു. കൊയിലക്കട പരമേശ്വരനുള്ള ഇല്ല സാർ, എങ്ങാനത്തില്ല, അതിന് മുമ്പുള്ള. അപ്പൊ അങ്ങനെയുള്ള ധാരാളം ആളുകളിൽ നിന്ന് പണം പിരിച്ചിട്ടാണ് ഈ കോളേജ് ഉണ്ടാക്കി. ഈ കോളേജിന്റെ നിർമ്മിതിയെ സംബന്ധിച്ച് കൂടി ഒരു കാര്യം പറയാം. 1945 ഇതിന്റെ ക്ലോക്ക് ടവറിൽ ഇരിക്കുന്ന ആ ക്ലോക്ക് ഉണ്ടാക്കിയിരുന്നെന്ന് സാർ പറഞ്ഞല്ലോ. 1948 കോളേജ് സ്ഥാപിക്കുന്നത്. ഈ കോളേജിന്റെ എഞ്ചിനീയറിംഗ് പണികൾ നിർവഹിച്ചത് കെ രാമക്കുറുപ്പ് എന്ന പേരുള്ള എഞ്ചിനീയർ. അപ്പോൾ ഒരു ദിവസം ഇതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മന്നത്ത പത്മനാഭൻ ഇത് പരിശോധിക്കും. കോളേജിന്റെ പണിയുടെ പുരോഗതിയൊക്കെ അറിയുന്നതിന് വേണ്ടി തുടങ്ങിയിട്ടില്ല, അതിന്റെ പ്ലാനൊക്കെ റെഡിയാക്കിയിരിക്കുന്ന സമയത്തുള്ള വരികയാണ്. അപ്പോൾ ഈ നമ്മൾ ഈ കാണുന്ന പ്രധാനപ്പെട്ട ബിൽഡിങ്ങിന്റെ പണിയാണ്. പല കെട്ടിടങ്ങളും പിന്നീട് വന്നതാണ്. 1 ബ്ലോക്കും അതുപോലെ കോൺഗ്രസ് ബ്ലോക്കൊക്കെ പിന്നീട് വന്നത്. പ്രധാനപ്പെട്ട കെട്ടിടത്തിന്റെ പണി നടക്കുന്ന സമയത്താണ് മന്നത്ത് ആചാര്യൻ ഇവിടെ വരുന്നത്. അപ്പോൾ എഞ്ചിനീയറോട് ബഡ്ജറ്റിന്റെ കാര്യം ചോദിച്ചു നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അപ്പോൾ എഞ്ചിനീയർ എഴുതി കൊടുത്ത ബഡ്ജറ്റ് ഈ കെട്ടിടത്തിന്റെ ആകെ നിർമ്മിതിക്ക് വേണ്ടുന്ന തുക 35 ലക്ഷം രൂപയാണ്. 35 ലക്ഷം രൂപ ബഡ്ജറ്റ് ഇട്ട് പണിഞ്ഞ കെട്ടിടമാണിത്. നമുക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ സാധിക്കുമോ? പക്ഷേ ഈ 35 ലക്ഷം രൂപ ചിലവാക്കാൻ ഉദ്ദേശിക്കുന്ന ആ സമയത്ത് NSSന്റെ ഖജനാവ് പരിപൂർണ ശൂന്യമാണ്. 5 പൈസ പോലും ഇല്ലാത്ത സമയത്താണ് ഈ ഒരു തുക കേൾക്കുന്നത്. അന്ന് 35 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ വളരെ വലിയ തുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ മുഖം ഒന്ന് മാനമായി ഒന്ന് താഴെയാണ്. അപ്പോ ഈ എഞ്ചിനീയറിന് ഒരു ചമ്മലുണ്ടായിരുന്നു, കൂടിപ്പോയിട്ടായിരിക്കും. അപ്പൊ എഞ്ചിനീയർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, 2 ലാബ് ബ്ലോക്കുകൾ വേണ്ടെന്ന് വെച്ചാൽ കുറച്ച് പൈസ ലാഭിക്കാം. ഇപ്പൊ കെമിസ്ട്രിക്കാരും ഫിസിക്സുകാരൊക്കെ നോക്കണം കേട്ടോ. അപ്പൊ 2 ലാബ് ബ്ലോക്കുകൾ നമ്മൾ ഉപേക്ഷിക്കാമെങ്കിൽ ഇത്രയും പൈസ ആവില്ല. അന്നത്തെ പത്മനാഭൻ പറഞ്ഞത് അങ്ങനെയല്ല, നിങ്ങൾ ഉദ്ദേശിച്ചത് എങ്ങനെയാണോ അങ്ങനെ തന്നെ പറയണം. അത് കഴിഞ്ഞതിന് ശേഷം ഇതിന് തറക്കല്ലിടൽ പരിപാടി നടത്തുകയാണ്. തറക്കല്ലിട്ടത് വളരെ പ്രശസ്തനായ നമ്മുടെ ഗവർണർ ജനറലൊക്കെ ആയിരുന്ന സാക്ഷാൽ ചക്രവർത്തി രാജഗോപാലാചാര്യ. ചക്രവർത്തി രാജഗോപാലാചാര്യ ഇവിടെ വന്നു. അന്നത്തെ പത്മനാഭന് അദ്ദേഹത്തിന് ഇവിടുത്തെ മഹാത്മാഗാന്ധി അടക്കമുള്ള സകല ആളുകളുമായും പരിചയമുണ്ട്, ജവഹർലാൽ നെഹ്റുവുമായി ബന്ധമുണ്ട്, ഇവിടെ തിരുവിതാംകൂറിലെ മഹാരാജാക്കന്മാരുമായി അടുപ്പമുണ്ട്, CP രാമസ്വാമി അയ്യരുമായിട്ട് അടുപ്പമുണ്ട്. അങ്ങനെ വലിയ അടുപ്പങ്ങളുള്ള ആളാണ്. അപ്പോൾ രാജഗോപാലാചാര്യ വന്നിട്ട് ഇതിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഈ കുന്നൊക്കെ അപ്പോഴേക്കും സ്വന്തമാക്കി കഴിഞ്ഞു. 46 ഏക്കറുള്ള ഈ പുരയിടം സർക്കാരിൽ സ്വാധീനിച്ചു. പല തടസ്സങ്ങൾ വന്നിട്ടും അതിനേക്ക് അതിജീവിച്ചുകൊണ്ട് സാക്ഷാൽ CP രാമസ്വാമിയുടെ കാലത്താണ് ഈ സ്ഥലം NSSന് കിട്ടുന്നത്. അപ്പോ രാജഗോപാലാചാര്യ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് സാധിക്കുമോ? മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ഈ സ്ഥാപനത്തെ ഉദ്ദേശിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ ആ മഹത്വത്തിനൊത്തവണ്ണം പണി തീർക്കുന്നതിന് സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, സാധിക്കും. അപ്പൊ അതിനുള്ള പണം നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് രാജഗോപാലാചാര്യ. സാധിക്കും, പണം ഞങ്ങളുടെ കയ്യിലില്ല, പക്ഷെ വെളിയിലുണ്ട്. അങ്ങനെ വെളിയിലുള്ള ആളുകളിൽ നിന്ന് പണം സ്വരൂപിച്ചുകൊണ്ടാണ് ഈ മന്ദിരം പടുത്തുക. ഒരുപാട് വിയർപ്പ് തുള്ളികൾ ഇവിടെ വരുന്നുണ്ട്. മന്നത്ത പത്മനാഭൻ അടക്കമുള്ള വലിയ നേതാക്കന്മാർ, വലിയ മനുഷ്യർ. പക്ഷെ ഇത് നായർ സമുദായത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കപ്പെട്ട ഒരു വിദ്യാലയമല്ല എന്ന് നമുക്കറിയാം. ഇതെല്ലാം ഒന്നും എല്ലാ വിദ്യാലയങ്ങളും പൊതുജനത്തിന് വേണ്ടി തുറന്നു കൊടുക്കുകയും സകല ആളുകളെയും അവരേക്ക് സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് അന്ന് തൊട്ട് തന്നെ NSS മുന്നോട്ട് കൊടുത്തത്. അതിന് ധീരമായ ആ നേതൃത്വം വഴികാട്ടി. ഇവിടെ കഴിഞ്ഞതിന് ശേഷം ചങ്ങനാശ്ശേരിയിലും അതുപോലെ പല പല കോളേജുകൾ നമുക്കറിയാം. കേരളത്തിലുടനീളം, കേരളത്തിന്റെ വടക്ക് മുതൽ തെക്ക് വരെ ഉള്ള കോളേജുകൾ നോക്കിയാൽ നമുക്കറിയാം. മട്ടന്നൂർ തൊട്ട്
തെക്ക് ഹനുവച്ചപുരം വരെയുള്ള കോളേജുകൾ, അതിനിടയ്ക്ക് വരുന്ന പല കോളേജുകൾ ഒറ്റപ്പാലത്തും മഞ്ചേരിയും വാഴൂരും ഒക്കെ കോളേജുകൾ സ്ഥാപിച്ചുകൊണ്ട്, കരമനയിലും പെരുന്താങ്ങിയിലും എഞ്ചിനീയറിംഗ് കോളേജുകൾ സ്ഥാപിച്ചുകൊണ്ടും ഒക്കെ ആ തൻ്റെ കർമ്മപഥത്തെ ഒരു വിദ്യാഭ്യാസോന്മുഖമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അന്നത്തെ പത്മനാഭന് സാധിച്ചു. ഒരുപക്ഷെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഇത്രയേറെ ശ്രദ്ധ പുലർത്തിയ സാമുദായിക ആചാര്യന്മാർ കേരളത്തിൽ വേറെ ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കേരളത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചിട്ടുള്ള മിഷണറിമാരെന്ന് നമുക്കറിയാം. 15-16 നൂറ്റാണ്ടുകൾ തൊട്ട് തന്നെ ഇവിടെ വന്നുകൊണ്ടിരുന്ന ധാരാളം മിഷണറിമാരാണ്. ആ മിഷണറിമാരുടെ ശ്രമഫലമായിട്ടാണ് കേരളത്തിൽ ക്രിസ്തീയ സഭകൾക്ക് ഒരുപാട് വിദ്യാലയങ്ങൾ ഉണ്ടായത്. പിന്നീട് പല സമുദായങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരു ഒറ്റയാൾ പ്രവർത്തനത്തിന്റെ ഫലമായി പൊതുജനങ്ങളിൽ നിന്ന് ഫണ്ടുകൾ സ്വരൂപിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വിപ്ലവം നടത്തിയ മറ്റാളുകൾ കേരളത്തിൽ ഉണ്ടാകാൻ വഴിയില്ല. മാത്രമല്ല, പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കച്ചവട സ്ഥാപനങ്ങളായി മാറുന്നു. അവിടുത്തെ ഉദ്യോഗങ്ങളും അഡ്മിഷനും ഒക്കെ ലേലം ചെയ്ത് വിൽക്കുമ്പോൾ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി നിയമന കാര്യത്തിലും കുട്ടികളുടെ അഡ്മിഷന്റെ കാര്യത്തിലും ഒക്കെ നിയമപരമായി നീങ്ങുകയും നമുക്ക് ഏവർക്കും സ്വീകാര്യമായ തരത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന മറ്റൊരു മാനേജ്മെന്റ് വേറെ കാണില്ല. അത് നമ്മളെല്ലാവരും അനുഭവസ്ഥരാണ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം. കാരണം NSSനെ സംബന്ധിച്ചിടത്തോളം NSSന്റെ വരുമാനം NSSന് തന്നെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിദ്യാലയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക മാത്രമല്ല, കേരളത്തിൽ പല സ്ഥലങ്ങളിലും അദ്ദേഹം തോട്ടങ്ങൾ വാങ്ങിച്ചു. NSSനെ ഒരു സ്വയം പര്യാപ്തത ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ആ തോട്ടങ്ങളിൽ നിന്നുള്ള വരുമാനം, അത്തരം വരുമാനങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് NSS. പക്ഷേ കുറെ കാലം കഴിഞ്ഞപ്പോൾ NSSന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് അദ്ദേഹം സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചിരിക്കുക. സമുദായ പ്രവർത്തനത്തിൽ നിന്ന് നേരെ സമൂഹ പ്രവർത്തനത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ മാത്രമല്ല അന്നത്തെ ആചാര്യൻ എന്ന് പറഞ്ഞത്. അദ്ദേഹം നയിച്ച വലിയ വലിയ സമരങ്ങളുണ്ട്. സവർണ ഗാഥ, ഐത്തോച്ചാടന പ്രക്ഷോഭമായിരുന്നു. തീണ്ടലിനും തൊഴിലിനും എതിരായിട്ടുള്ള വലിയ വലിയ സമരങ്ങളുടെ നേതൃത്വ നിരയിൽ മന്നത്ത് പത്മനാഭൻ ഉണ്ടായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിന് അനുകൂലിച്ചുകൊണ്ടാണ് സവർണജാഥ നടത്തിയത്. വൈക്കം മുതൽ തിരുവനന്തപുരം വരെ 1925. അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ മുന്നണി പോരാളിയായി മന്നത്ത് പത്മനാഭൻ ഉണ്ടായിരുന്നു. അങ്ങനെ കേരളത്തിന്റെ ഗണ്യമായ സമര മുഖങ്ങളിൽ തലയുയർത്തി പിടിച്ചു നിന്ന ആചാര്യനാണ് ഞാനിത് പറയാൻ കാരണം, 2 വർഷങ്ങളായി കേരള സാഹിത്യ അക്കാദമി ഒരു സാംസ്കാരിക ഡയറി വർഷങ്ങളായി പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. സാംസ്കാരിക ഡയറി പ്രസിദ്ധീകരിക്കുന്നു. കഴിഞ്ഞ 2 വർഷങ്ങളിൽ ആ സാംസ്കാരിക ഡയറിയിൽ കേരളത്തിലെ നവോത്ഥാന നായകന്മാരുടെ ചിത്രങ്ങൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് സങ്കടം തോന്നുമോ എന്ന് എനിക്കറിയില്ല, ഇല്ലെങ്കിൽ തോന്നേണ്ടതാണ്. അതിനകത്തില്ലാത്ത പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക നായകൻ, നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭന്റെ ചിത്രം ആ ഡയറിക്കുള്ളിലില്ല. കേരളത്തിലെ ഒരുപാട് സാംസ്കാരികമാരാണ്, ഒരുപാട് പേരുണ്ട്, പല സമുദായങ്ങളിൽപ്പെട്ടവരുണ്ട്. പക്ഷെ മന്നത്ത് പത്മനാഭന്റെ ചിത്രം എന്തുകൊണ്ട് അതിനകത്ത് വന്നില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ല. ഒരുപക്ഷെ അവർ സങ്കുചിതമായ ഒരു നായർ സമുദായ പ്രമാണി എന്നുള്ള നിലയ്ക്ക് മാത്രം അദ്ദേഹത്തെ കാണുന്നതുകൊണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്, അദ്ദേഹം ഒരു നായർ സമുദായ പ്രമാണി മാത്രമല്ല, അദ്ദേഹം ഈ കേരളീയ സമൂഹത്തിന്റെ മൊത്തം പരിവർത്തനത്തിന് വേണ്ടി, നവോത്ഥാനത്തിന് വേണ്ടി എത്തിച്ച മഹാന്മാരിൽ ഒരാളായിരുന്നു. ഒരു സ്ഥലത്ത് പണം വന്നില്ല എന്ന് കരുതി അദ്ദേഹത്തിന്റെ മഹത്വത്തിന് ഭംഗമൊന്നും വരില്ല. പക്ഷേ ആ ചിത്രം അവിടെ വരേണ്ടതായിരുന്നില്ലേ എന്ന് നമ്മളെ പോലെയുള്ള ആളുകൾ ചിന്തിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സംസാരിച്ചു പോയാൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയും. അപ്പോൾ NSS എന്ന് പറയുന്ന സംഘടന, അതുപോലെ തന്നെ വിപുലമായ സാമൂഹിക പ്രവർത്തനം, രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് മത്സരിച്ച MLA ആയിരുന്നു. പണ്ട് MLC എന്നാണ് പറയുന്നത്. നമ്മുടെ 1947 കാലഘട്ടത്തിൽ, പട്ടംതാണത്തിന്റെയൊക്കെ കാലഘട്ടത്തിൽ അദ്ദേഹം കേരള നിയമസഭയിൽ പത്തനംതിട്ടയെ പ്രതിനിധീകരിച്ചു എടുത്തിട്ടുണ്ട്. ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിന്റെ പേര് തന്നെ FMS യാത്ര. ഈ FMS യാത്ര നടത്തിയത് പാർപ്പിന് വേണ്ടിയാണ്. നമ്മുടെ കോളേജിനടക്കം അതിന്റെ ഫലം കിട്ടിയിട്ടാണ്. മലേഷ്യയിലും മറ്റും സഞ്ചരിച്ചു. മലേഷ്യയിലെ പെനാങ്ങിലൊക്കെ പോയി താമസിച്ച കാര്യം അദ്ദേഹം എഴുതുന്നു. അവിടെയൊക്കെ സഞ്ചരിച്ചുകൊണ്ട് ഇന്ത്യക്ക് പുറത്ത് ധാരാളം രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിലും അതുപോലെ തന്നെ അമേരിക്കൻ രാജ്യങ്ങളിലും ഒക്കെ സഞ്ചരിച്ചുകൊണ്ട് അദ്ദേഹം അത് ടൂറിന് പോയതല്ല. മന്നത്ത് പത്മനാഭന്റെ യാത്രകളൊന്നും വിനോദയാത്രകളായിരുന്നില്ല. അദ്ദേഹം ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇവിടുത്തെ സാമൂഹിക രംഗത്ത് പരിവർത്തനം വരുത്തുന്നതിന് വേണ്ടി ജനങ്ങളുടെ സംഭാവന സ്വീകരിക്കാൻ വേണ്ടി നടത്തിയ യാത്രകളായി. അങ്ങനെ ഒരുപാട് യാത്രകൾ നടത്തുകയും, ഇനി ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട, മലയാളക്കാരെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ സാഹിത്യ സംഭാവനയാണ്. മലയാളം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച
ആത്മകഥ ഏതാണെന്ന് ചോദിച്ചാൽ എന്റെ ജീവിത സ്മരണകൾ എന്ന് പറയുന്നു. മലയാളത്തിൽ ധാരാളം ആത്മകഥകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട 5 ആത്മകഥകളുടെ പേര് പറയാൻ പറഞ്ഞാൽ അതിലൊന്ന് മന്നത്ത് പത്മനാഭന്റെ എന്റെ ജീവിത സ്മരണ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സാധാരണ ഈ ആത്മകഥകൾക്ക് സംഭവിച്ചേക്കാവുന്ന ഒരു ദുര്യോഗം, ആത്മകഥ അവനവന്റെ കഥയാണ്. അവനവന്റെ കഥ പറയുമ്പോൾ എപ്പോഴും ഞാൻ അഹം അഹം എന്ന് പറയുമ്പോൾ ഉയർന്നു നിൽക്കുന്ന ഒരു പ്രവണത ഉണ്ടാകും. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥകൾ വായിച്ചു നോക്കൂ. അതിനകത്ത് ഞാൻ കുറവാണ്, ഞാൻ അംശം കുറവാണ്. അദ്ദേഹം സമൂഹത്തെ കുറിച്ച് അല്ലെങ്കിൽ സമുദായത്തെ കുറിച്ച് അല്ലെങ്കിൽ രാജ്യത്തെ കുറിച്ച് വിദ്യാഭ്യാസത്തെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. ഞാൻ കുറവുള്ള അതായത് അദ്ദേഹത്തിന്റെ ആത്മകഥ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ തന്നെ സാംസ്കാരിക ജീവിതത്തിന്റെ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രമായി മാറും. ഏറ്റവും സത്യസന്ധമായ കാര്യങ്ങൾ പറയും. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയൊക്കെ അങ്ങനെയാണ്. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന കൃതി ലോകോത്തരമായ സാഹിത്യ രചനയായി തീരുന്നത് അത് അക്ഷരാർത്ഥത്തിൽ സത്യസന്ധമായ ഒരു ആവിഷ്കാരം ആയതുകൊണ്ടാണ്. അപ്പോൾ എണ്ണപ്പെട്ട മലയാളത്തിലെ ആത്മകഥകളിൽ പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്നതാണ് മന്നത്ത് പത്മനാഭന്റെ എന്റെ ജീവിത സ്മരണകൾ. തീർച്ചയായും അത് വായിച്ചിട്ടില്ലാത്തവർ വായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ നാട്ടിലെ പുരോഗതിയുടെ ചരിത്രത്തിൽ NSS മന്നത്ത് പത്മനാഭൻ എന്നുള്ള അത്ഭുത മനുഷ്യനും വളരെ ബോധപൂർവമാണ് ഞാൻ പറയുന്നത്. എത്രമാത്രം പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഒരു കൃതിയാണ് എന്റെ ജീവിത സ്മരണ. FMS യാത്രയെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. പഞ്ചകല്യാണി നിരൂപണം എന്ന മറ്റൊരു കൃതിയുണ്ട്. ഒരു ചിത്രമെടുത്ത് KM വർഗീസിന്റെ പുസ്തകത്തെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടുള്ള കൃതിയാണ്. അപ്പോൾ ഒരു ക്രിട്ടിക് എന്നുള്ള നിലയ്ക്ക്, വിമർശകൻ എന്നുള്ള നിലയ്ക്ക്, സഞ്ചാര സാഹിത്യകാരൻ എന്നുള്ള നിലയ്ക്ക്, ആത്മകഥാകാരൻ എന്നുള്ള നിലയ്ക്ക് ഒക്കെ സാഹിത്യ രംഗത്ത് വളരെ കുറച്ച് കൃതികൾക്കും തന്നെ സ്ഥാനം പിടിച്ചെടുക്കാൻ സാധിച്ചു. ഒരു പ്രഭാഷകൻ എന്നുള്ള നിലയ്ക്ക് സദസ്സിനെ കോരിത്തെരിപ്പിക്കുന്ന തരത്തിൽ പ്രസംഗം ചെയ്യാനുള്ള അദ്ദേഹത്തിന് സാധിക്കില്ല എങ്കിലും സുമാരടിക്കോടിന്റെ പ്രഭാഷണത്തിന്റെ ഒരു രീതിയാണ്. സുമാരടിക്കോട് പ്രഭാഷണത്തിന് വന്നതിനെ വളരെ 13 സ്വരത്തിലാണ് തുടങ്ങുന്നത്. നമുക്ക് അദ്ദേഹത്തോട് ഇത്രയോളം പോകുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോഴാണ് പ്രസംഗം കത്തിപ്പടരുക. അപ്പൊ ഈ കത്തിപ്പടരുമ്പോൾ അദ്ദേഹം പറയുന്ന ഓരോ വാക്കും ശ്രോതാവിന്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ അടിച്ചു. ഇത്തരത്തിലൊരു പ്രഭാഷണ രീതി മന്നത്ത് പത്മനാഭൻ ഉണ്ടായിരുന്നു. മന്നത്ത് പത്മനാഭൻ വളരെ 13 സ്വരത്തിൽ ആരംഭിക്കുകയും അദ്ദേഹത്തിന് പറയാവുന്ന കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു വെക്കുകയും അനേകം പേരെ ആ വാഗ്ധോരണിയിൽ ഉടുക്കുകയും ചെയ്യുന്ന ഒരു അത്ഭുത വിദ്യ ഒരു പ്രഭാഷകൻ എന്നുള്ളവർക്ക് മന്നത്ത് പത്മനാഭൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എല്ലാ തരത്തിലും ആചാര്യന്റെ പേരാക്കിയിട്ടുള്ള ഒരാളാണ് മന്നത്ത് പത്മനാഭൻ എന്ന് നമുക്ക് പറയേണ്ടത്. ഞാനിപ്പോൾ ഓർക്കുന്നത് പാല നാരായണൻ നായരുടെ വളരെ പ്രസിദ്ധമായ ഒരു കവിതയുണ്ട്. കവിതയുടെ പേര് അമൃതകല. പാലയുടെ ഏറ്റവും പ്രസിദ്ധമായ കവിതയാണ്. അപ്പൊ അതിനകത്ത് അദ്ദേഹം ആ കവിത അവസാനിപ്പിക്കുമ്പോൾ ചന്ദ്രനെ കുറിച്ചുള്ള അമൃത ജ്യോതി സ്ഫുരിത നിലാവ് എന്ന് പറയും. അമൃത ജ്യോതി സ്ഫുരിത നിലാവ് എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രനെ സംബോധന ചെയ്തുകൊണ്ടാണ് കവിത അവസാനിക്കുന്നത്. ഞാൻ ആ കവിതയെ കുറിച്ച് പറയാൻ മറ്റൊരു കാരണമുണ്ട്. ഒരുപക്ഷെ വിജയപ്രകാശിന് അറിയാമെന്ന് എനിക്കറിയില്ല. പണ്ട് NSSന്റെ സർവീസിൽ P. ജവഹരക്കുറുപ്പ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ സൂപ്രണ്ടായിരുന്നു. നമ്മുടെ ടീച്ചിങ് സ്റ്റാഫ് പ്രധാനപ്പെട്ട കവിയൊക്കെയാണ്. P. ജവഹരക്കുറുപ്പ് ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. P. ജവഹരക്കുറുപ്പ് അന്ന് കോളേജിലെ തന്നെ സമീപത്തുള്ള ഒരു കെട്ടിടത്തിലാണ് താമസിച്ചിരുന്നത്. ഇവിടെ ധാരാളം കെട്ടിടങ്ങളുണ്ടായിരുന്നു. അന്ന് ചിലതൊക്കെ പൊളിഞ്ഞു, ഇപ്പോഴൊന്നുമില്ലാത്ത മുമ്പുണ്ടായിരുന്നു. അപ്പോ പാലാ നാരായണൻ നായർ ഇടയ്ക്ക് തിരുവനന്തപുരത്ത് വരുമ്പോൾ ചിലപ്പോൾ താമസിക്കുന്നത് P. ജവഹരക്കുറുപ്പിന്റെ ഈ വസതിയിലാണ്. അങ്ങനെ അന്ന് കോളേജുണ്ട്. കോളേജൊക്കെ എനിക്ക് തോന്നുന്നു 1960-ലാണ് ഈ കവിത വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു ദിവസം ജവഹരക്കുറുപ്പിന്റെ കൂടെ താമസിക്കാൻ പാലായും ജവഹരക്കുറുപ്പും കൂടെ മനോഹരമായ ഒരു രാത്രിയിൽ, നിലാവുള്ള രാത്രിയിൽ ഈ കോളേജിന്റെ അങ്കണത്തിൽ വന്നു. അന്ന് ഇതിന് മുന്നിലുള്ള വലിയ ഫ്ലാറ്റുകളോ കെട്ടിടങ്ങളോ ഇത്ര വലിയ തിരക്കിലോ ഒന്നുമില്ലാത്ത കാലമാണ് 1960. അപ്പോൾ ആകാശത്തിൽ കത്തിജ്വലിച്ച് നിൽക്കുന്ന ചന്ദ്രൻ, നല്ല നിലാവുള്ള ചന്ദ്രനെ നോക്കിയിട്ട് അദ്ദേഹം എഴുതിയ കവിതയാണ് അമൃതകല. ചന്ദ്രന്റെ മഹത്വം, ചന്ദ്രന്റെ പ്രത്യേകതകളും ഒക്കെ പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്ന ഈ കവിത അമൃത ജ്യോതി സ്ഫുരിത നിലാവ് എന്നാണ് അവസാനിക്കുന്നത്. ഇത് വാസ്തവത്തിൽ മന്നത്ത് പത്മനാഭനെ പോയി ഉദ്ദേശിച്ചല്ലേ എന്നിങ്ങനെ അമരമായ ജ്യോതിയാണ്, പ്രകാശമാണ്, അമര ജ്യോതിയാണ് സ്ഫുരിത നിലാവ്. അങ്ങനെ ഒരു നിലാവ് പോലെ അമൃതമായി ഒരിക്കലും മരിച്ചു പോകാതെ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നിലാവാണ് സാക്ഷാൽ മന്നത്ത് പത്മനാഭൻ. അതുകൊണ്ട് കോവിഡിന്റെ പേരിൽ ഈ വർഷം മാത്രമല്ല വരുന്ന വർഷങ്ങളിലും
കഴിയുമെങ്കിൽ നമ്മുടെ മനസ്സ് അനുവദിക്കുമ്പോഴൊക്കെയും മന്നത്ത് പത്മനാഭനെ അനുസ്മരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസരം തന്നതിന് ബഹുമാന്യനായ പ്രിൻസിപ്പലിനും ഇതുവരെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.